ചങ്ങായിമാരെ ഞാനിന്നുണ്ടല്ലോ നമ്മളെ ചങ്ങായിൻ്റെ വീട്ടിൽ ഒരു വലിയ മൂപ്പരത്ര ഉള്ളൊരു പൂള ഉണ്ട് എന്നിട്ട് കാണാൻ വന്ന ഞാനും മോളും കൂടെ നമ്മളെ നിസാർഖാൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം നിസാർഖാനോട്. നിസാർക്കാ, ഈ പൂള എവിടെയാണ് ഉണ്ടായത്? നിങ്ങളെ ഏത് സ്ഥലത്താണ്? വേളൂരില്ലേ നിങ്ങളെ പറമ്പിൽ? അന്നപ്പോൾ ഇവിടുന്ന് ഇപ്പം കാണാനൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പൂള കുറെ ആൾ വന്നു പോയി. കൃഷിവകുപ്പ് ഓഫീസർ നമ്പറൊക്കെ വാങ്ങിക്ക് അവർക്ക് അളവും തൂക്കവും നീളമൊക്കെ പറഞ്ഞെടുത്തിട്ട്. ഇതിപ്പോ എത്ര നീളമുണ്ട് ശരിക്കും? 1.70. 1.70 അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ എന്തൊക്കെ വളട്ടിക്ക്? പൂളക്ക് ഒരു വളം ഇട്ടില്ല. ഒരു വളം സാധാ നല്ല പുതിയ മണ്ണിട്ടതാ അവിടെ ഉണ്ടായ പൂള. നല്ല എത്ര ടോപ്പ് കിലോ എത്ര ഉണ്ട്? ഇത് 9,700. 9,700 അല്ലേ? ഇതിപ്പോ നിങ്ങൾ പുഴുങ്ങാണോ അല്ലെങ്കിൽ ഇതിന് വിൽപ്പനുണ്ടോ? ഇതിങ്ങനെ കുറെ ആൾ വന്നു നോക്കുന്നുണ്ട്. അത് പുഴുങ്ങാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കൃഷിവകുപ്പ് എന്നൊക്കെ എന്താ അവാർഡ് കിട്ടുമോ? അപ്പോ ഓലൊന്നും പറഞ്ഞിട്ടില്ല. മുപ്പര് ചെയ്യാന്ന് നടക്കും, മുപ്പര് ഇടാന്ന് നടക്കണില്ലേ? നിങ്ങൾ കൃഷിനോടൊക്കെ ഇതുള്ള ആൾക്കാരെല്ലാം മൂടാనికి നിസാർക്ക് നമ്മളെ കൃഷിനോടൊക്കെ ഭയങ്കര ആത്മാർത്ഥ ഉള്ള ആളാ. അപ്പൊ നമ്മളെ മോളെ കുട്ടി വന്നാ പിടിച്ചോ കാമി ധവളാക്കാടി വലിപ്പണി. അല്ല എന്റെ മോളേക്കാളും വലിപ്പുണ്ട്. കുഞ്ഞാക്ക് പൂള ഇഷ്ടപ്പെട്ടോ? കുഞ്ഞായിട്ടാ പൂള കണ്ടിക്കോ? ഒന്ന് പിടിച്ചോക്ക്. എവിടെ 9 കിലോ അത് പൊന്തൂല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടോ കൃഷിക്ക് നിസാർക്ക? ഉണ്ടല്ലേ? പെണ്ണുങ്ങള് ഭയങ്കര സപ്പോർട്ടാണ്. പെണ്ണുങ്ങളല്ലേ? മക്കളൊക്കെ സഹായിക്കോ കൃഷിപ്പണിക്ക്? മക്കളൊക്കെ സഹായിക്കും. നിസാർക്ക് ഒന്ന് പൊന്തിക്കാതെ പൂള നോട്ടത്. അമ്മോ അണ്ടോ നിങ്ങള് പൂളേന്റെ വലിപ്പം. ഇതിപ്പോ ഫ്രെയിമിലൊന്നും കൊള്ളൂല കേട്ടോ ചങ്ങായിമാരെ. അപ്പൊ നമ്മളിന്ന് പൂളേന്റെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നിസാർക്കാൻ്റെ അടുത്ത് വന്നതാ. ഇതിനപ്പുറം കുറെ പൂള ഉണ്ടായില്ല. ആക്കിയാൽ പോയി പുഴുങ്ങി ഞങ്ങള് കൊണ്ടുപോയില്ലേ? അതിനൊരു 18 കിലോമീറ്റർ. ഇത് നല്ല പൊടിയുള്ള പുളയാ? ഇനിയുണ്ട്. അതിന്റെ തള്ള പറിച്ചിട്ടില്ല. അതിന്റെ ബാക്കി നിർത്തുള്ളൂ. പറിച്ചില്ലല്ലേ? അതിന്റെ ബാക്കി ഇനിയുണ്ട്. പോയാൽ കാണാം. ഇത് കണ്ട നിങ്ങള് നിന്റെ അത്ര വലിപ്പുണ്ട് പൂള. അപ്പൊ ഞാനിത് കാണാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് ഉപ്പര വീട്ടിലേക്ക്. അങ്ങനെ വന്നതാ. ഉപ്പര ചങ്ങായി ഉണ്ട് അവിടെ. അതൊക്കെ ഉപ്പര ചങ്ങായി ഇല്ലാത്തത് കാണാൻ വന്നാണ് പൂള. കണ്ടതാ? ഇതിപ്പോ കാണാൻ കുറെ ആള് വരുന്നുണ്ടല്ലേ ഇവിടെ? നല്ല നാടൻ പൂള. ഇത് ഏതിനം പൂളയെന്നറിയോ? അതൊന്നും അറിയില്ലല്ലോ. 6 മാസം പൂള അല്ലേ? 6 മാസം പൂളേന്റെ വലിപ്പം അത് കണ്ടങ്ങള്. ഇതിന്റെ ബാക്കി ഞാൻ പറിച്ചിട്ടില്ല. നമ്മളെ പൂള കണ്ടങ്ങള്. പൂളതാ. ഇത് കാണാൻ വേണ്ടി നമ്മൾ അവിടുന്ന് വരിക. പല ആൾക്കാരും വരാനിട്ടതാ. 9.5 കിലോ ഉള്ള പൂളയാ. മൂപ്പര് ഹൈറ്റ് ഉണ്ട്. ഇല്ലാസ് കഞ്ഞേക്കാൾ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇല്ലാസ്കൻ്റെ ഹൈറ്റുള്ള പൂളയാ അത്. ഇത് അതിന്റെ അപ്പുറമുള്ള വേറെ പൂള. എത്ര ഉണ്ട് അതിന്റെ അപ്പുറം? 5-6 പൂള. 5 പൂള ഈ മരടിൽ ഉണ്ടായിരുന്നു. 5 കിലോ ഉള്ള പൂള അത്. ഇത് ഒരു കർഷകന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന സംഭവമാണ്. ഇത്രയും പൂള ഉണ്ടാകും. പത്തിമ പോയിക്കാഞ്ഞു വന്നു നോക്കിയത്. അപ്പം പൂള മുറിച്ചു നോക്കാം. പൂളേന്റെ പൊടി പരിശോധിക്കുന്നുണ്ട്. മോക്ക് പൊന്തുന്നില്ല കേട്ടോ. ചെറിയ കഷ്ണം ഉണ്ടല്ലോ. മോഹവലക്ക് വിറ്റതാണ്. നമ്മളെ ഇല്ലാസ്ക 1000 ഉറുപ്പ്യക്കാണ് ആ പൂള വാങ്ങി. മൂപ്പരെ വീട്ടിലെന്തോ ഒരു പരിപാടി ഉണ്ട് തോന്നുന്നു. 1000 ഉറുപ്പ്യ കൊടുത്ത് പൂള കൈമാറുക. കൊടുത്തോളി. കൃഷിനോടുള്ള സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ? 1000 ഉറുപ്പ്യക്ക് ഇതാ. ഇനിയും മൂപ്പരെ കൃഷിനെ പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ടാണ്. വാല്യല്ല, ഇതൊരു പ്രോത്സാഹനം. 1000 ഉറുപ്പ്യ കൊടുക്കുക. പൂള കണ്ടെങ്കിൽ ഇല്ലാസ്ക കൈമാറിയതാ പൂള. കറക്റ്റ് സമയത്ത് അങ്ങ് എത്തിപ്പെടാൻ കഴിയും. നിങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോകും അല്ലേ? ഓക്കെ.